PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ് ബേപ്പൂർ. ബേപ്പൂർ മണ്ഡലത്തിലാണുള്ളത്. അൻവറിനോട് ചോദിച്ചറിയാൻ ഏറെ കാര്യങ്ങളുണ്ട്. മലപ്പുറം വിഭജനം ഉൾപ്പെടെ പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം ഇനി എങ്ങനെ അങ്ങോട്ട് എന്നത്, UDFൻ്റെ രാഷ്ട്രീയ ഭാവി, മൂന്നാം പിണറായി സർക്കാർ എങ്ങനെ വരാതിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചിന്തകൾ പങ്കിടാനുണ്ട്. അദ്ദേഹം കാത്തിരിക്കുകയാണ്. ബേപ്പൂരിൽ അങ്ങൊരു തീപ്പാറു മത്സരം കാഴ്ചവെക്കുകയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ള കണക്കൂട്ടൽ? ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഞാൻ കണക്കൂട്ടുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഒരു വിജയത്തിൽ കുറഞ്ഞൊരു സംഗതിയും സാധ്യമല്ലല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശ്രമം നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 3 മാസത്തോളം അതേയായി. ജനുവരി 3 അതെ, ഒരു ലക്ഷത്തോളം ആളുകളെ ഇപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് കണ്ടു. അതിൽ ഈ പറയുന്ന പോലെ 10,000-70,000 ആളുകളെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. അത്രയും ആളുകളെ നമ്മൾ വിഷ് ചെയ്തിട്ടുണ്ട്, ആളുകളുമായി സംവദിച്ചിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലും തൊഴിലാളികളും സാധാരണക്കാരും കർഷകരും ട്രാൻസ്പോർട്ട് തൊഴിലാളികളും ചുമട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ കച്ചവടക്കാർ, ഇവിടുത്തെ ക്ഷീരകർഷകർ, സാധാ കർഷകർ, ഒരാളുടെ പ്രവാസികൾ, യൂത്ത്, ഗേൾസ്, എല്ലാവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടിയൊരു ഫീഡ്ബാക്ക് തന്നെ വളരെ ദയനീയമാണ്. ഒരു നാഥനില്ല കളരി പോലെയാണ് സത്യത്തിൽ ബേപ്പൂർ മണ്ഡലത്തിൽ കാണുന്നത്. ഈ പുറമേക്കുള്ള ഈ മോഡി പിടിപ്പിക്കലപ്പുറം വിദ്യാഭ്യാസമായാലും ഹെൽത്തായാലും കുടിവെള്ള പദ്ധതികളായാലും നിലവിലുണ്ടായിരുന്ന തകർച്ച, കടലോര മേഖലയിലെ മനുഷ്യരുടെ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് കിട്ടിയിരുന്ന സർക്കാരിൻ്റെ സബ്സിഡികൾ മുഴുവൻ നിർത്തലാക്കി, കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് കിട്ടുന്നില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ. അതിൽ മിക്ക പ്രശ്നങ്ങളും ഒരു ജനപ്രതിനിധിയുടെ ഫോൺ കോൾ കൊണ്ട്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ പോലുള്ള ഒരു വ്യക്തി ഇത്രയും പവർഫുള്ളായി ഒരു ഫോൺ കോൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന നിരവധിയായ വിഷയങ്ങളുണ്ടാവും. എങ്ങനെയാണ് ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കാതെ പോയത് എന്നുള്ളത് നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. അദ്ദേഹം അങ്ങനെ ആവേണ്ട ഒരാളല്ലല്ലോ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയവും ലൈനൊക്കെ ഉണ്ടായി SFI DYFI ഇങ്ങനെ കയറി വന്നിട്ട് ഒരു അധികാരം കിട്ടുമ്പോൾ പൂർണ്ണമായിട്ടൊരു മുതലാളിത്ത പക്ഷത്തേക്ക് അമിതാധികാര വാഞ്ചനയൊക്കെയാണ് ഞാനീ പറയുന്ന മരുമാനിസൻ എന്ന് പറയുന്നത്. മരുമോൻ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഗവൺമെന്റിൽ കിട്ടുന്ന സ്പെഷ്യൽ മിനിസ്ട്രിയിൽ കിട്ടുന്ന സ്പെഷ്യൽ കൺസിഡറേഷൻ, അതിൻ്റെ അപ്രമായിത്വം, അതിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതിൻ്റെ ദുരന്തം ഈ മണ്ണ് അനുഭവിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പറയുന്നത് ബേപ്പൂരിൽ പണാധിപത്യം വാഴില്ലെന്നാണ്. പണം ആരെ കയ്യില എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഈ കോരി മറിക്കുന്നത് ജനങ്ങൾ കാണുന്നുണ്ട്. പണം കൊണ്ട് എന്തും നടത്താം, പണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ട്, നേരായ വഴിയിലല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള പച്ചക്കളവുകൾ പറഞ്ഞ എന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് വലിയ കളവ് പറയാം. കളവും ചതിയും വഞ്ചനയും, അതാണല്ലോ ഇപ്പോൾ ഈ 4 അപരന്മാരെ നിർത്തിയത്. അദ്ദേഹത്തിന് പേടിയില്ലെങ്കിൽ, ജനാധിപത്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വോട്ടർമാരിൽ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 4 അപരന്മാരെ നിർത്തിയത് ഇത് ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ് എന്നാണ് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അപരന്മാരെ നിർത്തിയ വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിനെ തന്നെയാണല്ലോ കോടതി ഇന്നലെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കോടതി പോലും വിമർശിക്കപ്പെട്ട അവസ്ഥയിൽ പരാജയം ഉറപ്പായ ഒരു വ്യക്തി എന്ന നിലക്ക് ജനങ്ങൾക്ക് ബാക്കി കാര്യം തീരുമാനിക്കട്ടെ. കേരളീയരെ ഞെട്ടിച്ചുകൊണ്ടാണ് അങ്ങ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിന്നെടുത്തുനിന്ന് മാറി നിൽക്കുന്നത്. ഇപ്പോഴെങ്ങനെ മലപ്പുറം ജില്ലാ വിഭജനം ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങൾ അങ്ങ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയൊരു UDF സർക്കാർ വരികയാണെങ്കിൽ അതെങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്? ഈ ജനസംഖ്യ വർദ്ധിച്ചു നിൽക്കുന്ന ജില്ലകൾ വിഭജിക്കണമെന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. കാരണം അതിൻ്റെ ഒരുപാട് ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ജില്ലകൾ ഈ മണ്ഡലത്തിലുണ്ട്. എന്തിനിപ്പോൾ ജില്ലാ കളക്ടർ ഇപ്പോൾ 1 മാസം മുമ്പാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത് പോകുന്നത്. അപ്പോഴും ആ മീറ്റിങ്ങിൽ പോലും അദ്ദേഹം യാത്രായപ്പ് യോഗത്തിൽ പോലും അദ്ദേഹം പറഞ്ഞത് ജില്ല വിഭജിക്കണമെന്നാണ്. 3 വർഷം അവിടെ കളക്ടറായിരുന്നാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായി ഈ രീതിയിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ ജനകീയ വിഷയങ്ങളാണ്. ആ ജനകീയ വിഷയങ്ങളൊക്കെ പഠിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് UDF പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങളിൽ ഇപ്പോൾ ഈ മലയോര വിഷയങ്ങൾ, വന്യജീവി ഞാൻ ഏറ്റെടുത്ത വലിയൊരു വിഷയമാണ്. അതൊരു ഒരു പരിധി വരെ എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ട് ജനങ്ങൾ. അതുപോലെ തന്നെയാണ് ഈ കടലോര വിഷയങ്ങൾ, CRZ, കോസ്റ്റൽ റെഗുലൈസേഷൻ. ലോകത്ത് വികസനം നടക്കുന്നത് മുഴുവൻ കടലിലാണ്. ദുബായി പോയാലും സിംഗപ്പൂർ പോയാലും ഒക്കെ യൂറോപ്പിൽ പോയാലൊക്കെ വലിയ നിർമ്മിതികളാണ് കടൽ തൂർത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വർദ്ധിക്കണം, ജനങ്ങൾക്ക് സിറ്റിയിൽ തന്നെ ജീവിക്കണം. സിറ്റിയുടെ കരയിലാണ് കടലുള്ളത്, തീരത്താണ് കടലുള്ളത്. അപ്പോൾ വികസിക്കാൻ അതേ മാർഗം.
നമ്മളെ തൊട്ടടുത്ത ശ്രീലങ്ക പട്ടണിപ്പാവങ്ങൾ അവിടെയും വലിയ രീതിയിൽ കടൽ തൂർത്തപ്പോൾ ചൈനീസ് ഒരു കമ്പനി ഒരു 1000-1500 ഏക്കർ കടൽ തൂർത്തിട്ട് അവിടെ കെട്ടിടം നിർമ്മിക്കാൻ. അത് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കുമ്പോഴാണ് കോസ്റ്റൽ റെഗുലൈസേഷൻ സോൺ എന്ന് പറഞ്ഞ് മനുഷ്യരെ കൊടുക്കാൻ, പാവങ്ങളെ കൊടുക്കാൻ വലിയ പദ്ധതിക്ക് കോസ്റ്റൽ സോൺ നിയമങ്ങൾ ഇവിടെ ബാധകമാക്കുന്നില്ല. ഈ 2 സെന്റും 5 സെന്റും ഉള്ളവരുടെ ജീവിതം ഈ പറയുന്ന പ്രതിസന്ധിയിലാക്കാൻ CRZ നിയമങ്ങൾ കൊണ്ടുവന്ന് കടലോര മേഖലയിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ അവിടെ ഇവാക്യുവേറ്റ് ചെയ്യണം. അവർക്ക് നിർബന്ധിത സാഹചര്യത്തിൽ അവിടെ വിട്ടുപോകാനുള്ള കരുക്കളായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുക. അതിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും. തർക്കമില്ല, ഇടപെട്ട് നമ്മളല്ല. ഈ 1ാം പിണറായി സർക്കാരിൽ നിന്നും 2ാം പിണറായി സർക്കാരിനുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണ്? പക്ഷേ DGP MR അജിത് കുമാർ ഉൾപ്പെടെ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അതായത് ഒരു ജനായത്ത ഭരണം പൂർണ്ണമായിട്ട് ഉദ്യോഗസ്ഥ ഭരണ മേധാവിത്വത്തിലേക്ക് പോയി. ഞാൻ എതിർത്ത് തുടങ്ങുന്ന അവിടെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വില്ലേജ് ഓഫീസറെ വിളിച്ചാൽ താൻ ആരോടോ എന്നെ വിളിക്കാൻ എന്ന് ചോദിക്കുന്ന വില്ലേജ് ഓഫീസർമാരുടെ അമിത അധികാരം എവിടെ കിട്ടിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കലക്ടറെ വിളിച്ചാൽ എനിക്കിപ്പോൾ സൗകര്യമില്ലാതെ അങ്ങോട്ട് സംസാരിക്കാൻ എന്ന് പറയുന്ന അവസ്ഥ ആരുണ്ടാക്കി? MLA വിളിച്ചാൽ സെക്രട്ടറിമാർ ഫോൺ എടുക്കുക, സ്റ്റേറ്റിലെ സെക്രട്ടറിമാർ ഫോൺ എടുക്കാതായി. മന്ത്രിമാർ വിളിച്ചാൽ ചീഫ് സെക്രട്ടറി ഫോൺ എടുക്കാതായി. ഇതിനെ ഞാൻ ചോദ്യം ചെയ്തത്. അതിന്റെ ബാക്കി പത്രമാണ് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്നതെല്ലാം. അത് സ്വാഭാവികമായിട്ടും ഒരു ജനകീയമായിട്ടുള്ള ജനാധിപത്യം എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ആ നാടിന്റെ സ്പന്ദനം അദ്ദേഹമാണ്. അവിടെ നിന്നാണ് ഈ രാജ്യം ഉണ്ടായി വരുന്നത്. അപ്പൊ ഈ രാജ്യത്തിന്റെ തുടക്കം, ഈ സംവിധാനത്തിന്റെ തുടക്കമുള്ള അവിടുത്തെ ജനകീയത പോലും അംഗീകരിക്കാത്ത ഈ അപ്രമാദിത്വം, ഈ ഉദ്യോഗസ്ഥ അപ്രമാദിത്വം, അത് പിണറായിസത്തിന്റെ മറ്റൊരു ഭാഗമാണ്. അത് വളരെ അപകടകരമാണ്. അതൊരു പരിധി വരെ ആയിരിക്കാൻ ആ നീക്കത്തെ എനിക്ക് തകർക്കാൻ എൻ്റെ നീക്കം കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നിലമ്പൂർ വിട്ട് ബേപ്പൂരിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും തരത്തിൽ പ്രയാസം തോന്നും? ഒന്നുമില്ല, വളരെ നല്ല മനുഷ്യർ, വളരെ നല്ല മനുഷ്യർ, പച്ചപ്പാവങ്ങൾ. നമ്മളിപ്പോൾ പാവങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ ഈ മലയോര കർഷകരായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു സുഗന്ധം, ഒരു കട്ടൻ ചായ, ഒരു കഷ്ണം കപ്പയും കിട്ടില്ല, അതൊരു രസം. അതേപോലെ ഉള്ളു ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവർ തരുന്നത്. നമ്മളോടുള്ള സ്നേഹവും ഇഷ്ടമാണ്. വേറെ സ്ഥലങ്ങളിൽ നമുക്കൊരു ചായയും ഒരു എന്താ പറയുക ഒരു ക്യാഷ് നോട്ടൊക്കെ തരുമ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കടലോരത്തെ മനുഷ്യരുടെ അവസ്ഥ. അവരുടെ ഒരു കുടിയിൽ നിന്നൊരു കട്ടൻ ചായയും ഒരു ബിസ്ക്കറ്റും കിട്ടുമ്പോൾ അതൊരു വല്ലാത്ത സംഗതിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ മലയോരത്ത് നടത്തിയ ഫൈറ്റിൻ്റെ പകുതി ഫൈറ്റ് നടത്തിയാൽ ഈ കടലോരത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ തീർക്കാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കി. കടലോര ജനതയെ ഏറ്റെടുത്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. നമ്മളവിടെ തന്നെ ഉണ്ടാവും. ഇത്രത്തോളം അടിത്തട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോടൊപ്പം നമ്മളുണ്ടാവും.